നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. പാലപ്പിള്ളിയിൽ വീണ്ടും കാട്ടാന ഭീതി. ഏഴാറ്റുമുഖം ഗണപതി ഉൾപ്പെടെയുള്ള കാട്ടാനകൾ പാലപ്പിള്ളിയിലെന്ന് നാട്ടുകാർ. വേലുപ്പാടം കവരംപിള്ളിക്കുന്നിൽ ഭീതി വിതച്ച് ഒറ്റക്കൊമ്പൻ. ശക്തമായ കാറ്റിലും മഴയിലും മറ്റത്തൂരിൽ നാശനഷ്ടം. പലയിടങ്ങളിലും മണിക്കൂറുകളോളം വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. രാപ്പാൾ പള്ളത്ത് കുന്നുകൂടി തെർമോകോൾ മാലിന്യങ്ങൾ. പരാതിയുമായി പ്രദേശവാസികൾ. കർശന നടപടിക്കൊരുങ്ങി പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത്. പൊലിമ പുതുക്കാട് പദ്ധതിയുടെ 10ാം ഘട്ടത്തിന് പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ തുടക്കം. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹൈസ്കൂളിൽ ശാസ്ത്ര സെമിനാർ നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. പാലപ്പിള്ളിയിൽ വീണ്ടും കാട്ടാന ഭീതി. അതിരപ്പിള്ളിയിൽ ഭീതി പരത്തിയ ഏഴാറ്റുമുഖം ഗണപതി ഉൾപ്പെടെയുള്ള കാട്ടാനകളാണ് പാലപ്പിള്ളിയിൽ എത്തിയതെന്നാണ് നാട്ടുകാരുടെ സംശയം. എന്നാൽ ഇക്കാര്യം വനപാലകർ സ്ഥിരീകരിച്ചിട്ടില്ല. 2 ദിവസം മുൻപാണ് ഏഴാറ്റുമുഖം ഗണപതി, മഞ്ഞക്കൊമ്പൻ എന്നീ വിളിപ്പേരുകളുള്ള ആനകളെ പാലപ്പിള്ളി മേഖലയിലെ നാട്ടുകാർ കണ്ടതായി പറയുന്നത്. കൂടാതെ നിലവിൽ 25ലേറെ കാട്ടാനകളാണ് പാലപ്പിള്ളി തോട്ടം മേഖലകളിൽ തമ്പടിച്ചിരിക്കുന്നത്. കുണ്ടായി, ചക്കിപ്പറമ്പ് പ്രദേശങ്ങളിലിറങ്ങിയ ആനക്കൂട്ടം ജനവാസ മേഖലയിലെത്തി കൃഷി നശിപ്പിക്കുകയും പ്രദേശത്ത് ഭീതി പരത്തുകയും ചെയ്തിരുന്നു. കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടിക്കഴിയുന്ന പ്രദേശത്തെ ആദിവാസി കുടുംബങ്ങളും തോട്ടം തൊഴിലാളികളും അക്രമകാരികളായ ആനകൾ കൂടി എത്തിയതോടെ കൂടുതൽ ആശങ്കയിലാണ്. കഴിഞ്ഞ മാസം അതിരപ്പള്ളി മേഖലയിൽ കാട്ടാനാക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് RRT സംഘം ആനകളെ കാടുകയറ്റിയിരുന്നു. കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് ഈ ആനകൾ പാലപ്പിള്ളിയിലെത്തിയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാരും തോട്ടം തൊഴിലാളികളും വാച്ചർമാരും ചേർന്ന് പടക്കം പൊട്ടിച്ചും പാട്ട കൊട്ടിയും ആനകളെ കാട്ടിലേക്ക് തിരിച്ചയക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. കഴിഞ്ഞ ദിവസം ആനക്കൂട്ടത്തിന്റെ മുന്നിൽ അകപ്പെട്ട തൊഴിലാളികൾ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. പാലപ്പിള്ളി മേഖലയിൽ 100ലേറെ കാട്ടാനകളുണ്ടെന്നാണ് ഏകദേശ കണക്ക്. ജനവാസ മേഖലയിൽ നിന്ന് ആനക്കൂട്ടത്തെ കാട് കയറ്റാൻ വനം വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അതേസമയം അതിരപ്പള്ളി മേഖലയിൽ നിന്നുള്ള ആനകളാണ് പാലപ്പിള്ളിയിലെത്തിയതെന്ന കാര്യം വനപാലകർ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. വേലുപ്പാടം കവരംപിള്ളിക്കുന്നിൽ ഭീതി വിതച്ച് ഒറ്റക്കൊമ്പൻ. കഴിഞ്ഞ 2 ദിവസമായി ജനവാസ മേഖലയിൽ കൊമ്പൻ തമ്പടിച്ചിരിക്കുകയാണ്. പ്രദേശത്തെ വിവിധ പറമ്പുകളിൽ ആന നിലയുറപ്പിച്ചതോടെ മലയോര കർഷകർ കടുത്ത ആശങ്കയിലാണ്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഒറ്റക്കൊമ്പൻ ജനവാസ മേഖലയിൽ സഞ്ചരിക്കുന്നതിനാൽ നാട്ടുകാർ ഭീതിയോടെയാണ് കഴിയുന്നത്. കൃഷിയിടങ്ങളിലേക്ക് പോകാനും ദൈനംദിന ജോലികൾ നടത്താനും ആളുകൾക്ക് ബുദ്ധിമുട്ട് നേരിടുന്നതായും പ്രദേശവാസികൾ പറയുന്നു. സംഭവത്തെ തുടർന്ന് വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും കൂടുതൽ നാശനഷ്ടങ്ങൾ ഒഴിവാക്കുന്നതിനുമായി ഒറ്റക്കൊമ്പനെ എത്രയും വേഗം വനത്തിലേക്ക് തുരത്താൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മലയോര കർഷക സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. ബുധനാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മറ്റത്തൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ മരങ്ങൾ വീണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. തേക്ക്, റബ്ബർ, ഫലവൃക്ഷങ്ങൾ തുടങ്ങിയവയാണ് കാറ്റിൽ വീണത്. വെള്ളിക്കുളങ്ങര ഇലക്ട്രിക്കൽ സെഷൻ പരിധിയിലെ 11 kV ലൈനിലേക്ക് മരങ്ങൾ വീണതിനെ തുടർന്ന് പലയിടങ്ങളിലും മണിക്കൂറുകളോളം വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. വെള്ളിക്കുളങ്ങര 33 kV സബ്സ്റ്റേഷനിൽ നിന്ന് കാരിക്കടവ് ആദിവാസി ഉന്നതിയിലേക്കുള്ള 11 kV ലൈനിൽ മരങ്ങൾ വീണതിനെ തുടർന്ന് വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു. രാപ്പാൾ പള്ളം പ്രദേശത്ത് വൻതോതിൽ തെർമോകോൾ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് ഗുരുതരമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രദേശവാസികൾ. അനുമതിയില്ലാതെ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കൊരുങ്ങി പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് അധികൃതർ. പറപ്പൂക്കര പഞ്ചായത്ത് 2ാം വാർഡ് രാപ്പാൾ പള്ളം പ്രദേശത്താണ് ഏക്കർ കണക്കിന് സ്ഥലത്തായി തെർമോകോൾ മാലിന്യങ്ങൾ കൂറ്റൻ ചാക്കുകെട്ടുകളിലായി
കുന്നുകൂടി കിടക്കുന്നത്. ശീതീകരണ സംവിധാനങ്ങളിൽ ഉപയോഗിക്കുന്ന കനം കൂടിയ തെർമോകോൾ അവശിഷ്ടങ്ങളും മത്സ്യം കയറ്റുമതിക്ക് ഉപയോഗിക്കുന്ന പഴയ തെർമോകോൾ പെട്ടികളുടെ കഷ്ണങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റുമാണ് വൻതോതിൽ ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത്. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം പാട്ടത്തിനെടുത്ത് ഇവിടെ ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിക്കുന്നുവെന്നാണ് പ്രദേശവാസികളെ വിശ്വസിപ്പിച്ചിരുന്നത്. വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്ന ഫ്ലോട്ടിംഗ് കല്യാണ മണ്ഡപം, ഭക്ഷണശാലകൾ തുടങ്ങിയ പദ്ധതികൾ പ്രദേശത്തിന്റെ വികസനത്തിനും തൊഴിൽ സാധ്യതകൾക്കും കാരണമാകുമെന്നായിരുന്നു ഇവരെ ധരിപ്പിച്ചിരുന്നത്. 3-4 വർഷമായി ഇവിടെ തെർമോകോൾ മാലിന്യം കൊണ്ടുവന്നിട്ട് അവരെ ഇവിടെ ടൂറിസം കല്യാണ മണ്ഡപം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ് ഇവിടെ ഈ കൊണ്ടുവന്നത്. പഞ്ചായത്തിൻ്റെ അനുമതി, ബ്ലോക്ക്, ജില്ല, പിന്നെ അങ്ങനെ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയിട്ട് ഇതിൻ്റെ ഒക്കെ ശരിയാക്കി പറഞ്ഞിട്ട് കൊണ്ടുവന്നെന്ന് പറഞ്ഞേ. ഇത് നോക്കിയപ്പോൾ 4-5 വർഷമായിട്ട് ഇവിടെ ഒന്നും കാണാനില്ല. അപ്പോൾ കുറേശ്ശെ ആയിരുന്നല്ലോ. പിന്നെ ഞാൻ ഇവർ പ്രസിഡന്റിനെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു 2-3 തവണ. ഇങ്ങനെ ഇവിടെ ഞങ്ങളുടെ 2-ാം വാർഡിൽ ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവരെ പറഞ്ഞു, അത് നമുക്ക് അനുമതി നൽകിയതല്ലേ നമ്മൾ, അത് കാരണം കുഴപ്പമില്ല, ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം, അങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെ ഇവരെ നാട്ടുകാരൊക്കെ എന്നെ വിളിച്ചു തുടങ്ങി. രാത്രി വിളിച്ച് പറയാ, 1 മണി കഴിഞ്ഞിട്ട് അങ്ങനെ 2 ലോഡ് 3 ലോഡൊക്കെ വരുന്നുണ്ട്. പദ്ധതിക്കായി വർഷങ്ങൾക്ക് മുൻപ് 450 സ്ക്വയർ ഫീറ്റ് ഓഫീസ് നിർമ്മിക്കുന്നതിന് മാത്രമാണ് പഞ്ചായത്തിൽ നിന്ന് അനുമതി നൽകിയിട്ടുള്ളത്. ഇതിന്റെ മറവിലാണ് ഇപ്പോൾ ഏക്കർ കണക്കിന് പ്രദേശത്ത് മല പോലെ തെർമോകോൾ മാലിന്യങ്ങൾ തള്ളിയിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ നിന്നും രാത്രികാലങ്ങളിലാണ് വാഹനങ്ങളിൽ തെർമോകോൾ അവശിഷ്ടങ്ങൾ എത്തിക്കുന്നത്. 2019 പരിസ്ഥിതി വകുപ്പിന്റെ ഉത്തരവ് പ്രകാരം സംസ്ഥാനത്ത് ഒറ്റത്തവണ മാത്രം ഉപയോഗമുള്ള നിരോധിത വസ്തുക്കളുടെ പട്ടിക പുറത്തിറക്കിയിരുന്നു. ഈ പട്ടികയിൽ തെർമോകോൾ, സ്റ്റൈറോഫോം എന്നിവ നിരോധിച്ചതായി പറയുന്നുണ്ട്. തെർമോകോൾ അലക്ഷ്യമായി സൂക്ഷിക്കുകയോ അപകടകരമായി ജലാശയങ്ങളിലും മറ്റും ഉപേക്ഷിക്കുകയോ ചെയ്താൽ കേസെടുക്കാനും പിഴ ഈടാക്കാനും നിർദ്ദേശമുള്ളതാണ്. ഇതിവിടെ കടന്നു കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിന് തന്നെ മൊത്തം ദോഷമാവുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് ഇവിടെ കൊണ്ടുവന്ന് തട്ടിക്കിട്ടിട്ടുണ്ട്. അത് കുറച്ചൊന്നുമല്ല, ഒരു ഏക്കർ കണക്കിന് സ്ഥലത്താണ് ധാരാളം തെർമോകോളിൻ്റെ പീസ് കൊണ്ടുവന്നിട്ടുണ്ട്. മഴ പെയ്ത് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഈ വെള്ളം മുഴുവനും കിണറുകളിലേക്കും ഇത് തീ പിടിക്കുകയാണെങ്കിൽ അത് ശ്വസിച്ച് അസുഖങ്ങൾ വരാനും കൂടുതൽ അവസരങ്ങളുണ്ട്. അതിൻ്റെ പേരിൽ ഹെൽത്തിൽ നിന്ന് വേണ്ട സഹായങ്ങളും കൂടി ചെയ്തു തന്ന്, ഹെൽത്തുകാർക്കും പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അജൈവമാലിന്യങ്ങൾ വലിച്ചെറിയാൻ പാടില്ല. ഒരു പ്ലാസ്റ്റിക് കത്തിക്കുക അല്ലെങ്കിൽ വലിച്ചെറിയുക ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിഴ ഈടാക്കുന്നവരാണ്. ഇത്രയും അധികം മാലിന്യങ്ങൾ കണ്ടിട്ടും അതിന് വേണ്ട നടപടികൾ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അലക്ഷ്യമായി തള്ളുന്ന തെർമോകോൾ പുഴകളിലും തണ്ണീർത്തടങ്ങളിലും അടിഞ്ഞുകൂടി ഗുരുതരമായ ജലമലിനീകരണത്തിനും വെള്ളപ്പൊക്കത്തിനും കാരണമാകും. മാത്രമല്ല, കുന്നുകൂടിക്കിടക്കുന്ന തെർമോകോൾ മാലിന്യത്തിന് തീപിടിച്ചാൽ മാരകമായ വിഷവാതകങ്ങൾ പുറപ്പെടുവിക്കുകയും ഗുരുതരമായ പരിസ്ഥിതി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. 6 വർഷമായി ഇതിൻ്റെ പണി തുടങ്ങിയിട്ട്. ഇവർ പറഞ്ഞ പ്രോജക്റ്റ് അല്ല ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവർ വിചാരിച്ച പ്രോജക്റ്റ് അല്ല. എനിക്ക് തോന്നുന്നത് ഇത് എവിടെ നിന്നോ കൊണ്ടുവരുന്ന മാലിന്യം ഇവിടെ കൊണ്ട് ഡംപ് ചെയ്യാണ്. എനിക്ക് തോന്നുന്നത് കരാറെടുത്തായിരിക്കും ഏതെങ്കിലും കമ്പനിയിൽ നിന്ന്. അപ്പോൾ അവർ ഡംപ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ സാധനം ഇവിടെ ഇപ്പോൾ ഈ പാടത്തൊക്കെ കിടന്നു കഴിഞ്ഞാൽ, ഈ പാടത്ത് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഈ പറപ്പുകര പഞ്ചായത്ത്, പാഴായി ഈ പ്രദേശങ്ങളിലേക്കൊക്കെ ഇത് നീങ്ങിക്കൊണ്ടിരിക്കും, ഇതിൻ്റെ മാലിന്യം. അത് തന്നെയല്ല, എങ്ങാനും ഒരു കാരണം കൊണ്ട് ഇത് തീ പിടിക്കാനിടയായി കഴിഞ്ഞാൽ പറപ്പുകര പഞ്ചായത്തിൽ ഒരുവിധ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഇത് തെർമോകോളാണ്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു പാരിസ്ഥിതിക മലിനീകരണ പ്രശ്നമായിട്ടാണ് നിൽക്കുന്നത്. ഇതിന് അവർ പറയുന്നത് പഞ്ചായത്തിൽ നിന്ന് അവർക്ക് പേപ്പർ കിട്ടിയിരുന്നതാണ് ഞാൻ പല പ്രാവശ്യം വന്ന് ചോദിച്ചപ്പോഴും പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അത്ര വലിയ ഇനിഷ്യേറ്റീവ് എടുത്തില്ല, കാരണം പഞ്ചായത്ത് പേപ്പർ കൊടുത്തക്കുന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇപ്പം അറിയാൻ കഴിഞ്ഞത് പഞ്ചായത്ത് സെക്രട്ടറിയായിട്ട് ഞാൻ സംസാരിച്ചു. സെക്രട്ടറി അങ്ങനെ ഒരു അനുമതി ഇവിടെ ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട്, ഇതിൻ്റെ പിന്നിൽ വലിയൊരു മാഫിയുണ്ട്. അവർക്ക് വരുന്ന വേസ്റ്റ് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടെത്തിയൊരു സ്ഥലമാണ് ഈ സ്ഥലം. പഴയ കാലത്ത് കളിമണ്ണും ഇഷ്ടി വെട്ടിയിട്ടും മണലൊക്കെ എടുത്തിട്ടുള്ള ഒരു വലിയൊരു കുഴിയാണ്. അപ്പോൾ ഈ കുഴിയിലേക്കാണ് ഇത് കൊണ്ടുവരുന്നത്. ഈ മാലിന്യം ഇവിടുന്ന് നീക്കാനായിട്ടുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തെടുക്കണം. അല്ലാത്ത പക്ഷം വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് ഇവിടുന്ന് ജനങ്ങൾ നീങ്ങും. പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡന്റും ആരോഗ്യവകുപ്പ് അധികൃതരും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ കർശനമായും തടയുമെന്നും സ്ഥലം ഉടമയ്ക്ക് നോട്ടീസ് നൽകുമെന്നും പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ പറഞ്ഞു. ജനജീവിതത്തിനും പരിസ്ഥിതിക്കും ദോഷകരമായ തെർമോകോൾ മാലിന്യങ്ങൾ പ്രദേശത്ത് നിന്ന് അടിയന്തരമായി നീക്കം ചെയ്യണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം.
പറപ്പൂക്കര പഞ്ചായത്ത് രാപ്പാൾ പള്ളം 2-ാം വാർഡ് പ്രദേശത്ത് സ്വകാര്യ വ്യക്തിയുടെ ഏക്കർ കണക്കിന് സ്ഥലത്ത് കൂട്ടിയിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് തെർമോക്കോൾ മാലിന്യങ്ങൾ പ്രദേശവാസികൾക്ക് വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ഏതാണ്ട് 450 മീറ്റർ സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ഷെഡ് പണിയാൻ മാത്രമാണ് പഞ്ചായത്തിൽ നിന്ന് ഇവിടെ അനുവാദം കൊടുത്തിട്ടുള്ളത്. ആ അനുവാദത്തിൻ്റെ മറവിലാണ് ഏക്കർ കണക്കിന് സ്ഥലത്ത് ശീതീകരണ സംവിധാനങ്ങളിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള തെർമോക്കോളും പ്ലാസ്റ്റിക്കും അടക്കമുള്ള മാലിന്യങ്ങൾ ചാക്കുകളിലാക്കി കൂട്ടിയിട്ടിരിക്കുന്നത്. ഇതിന് പഞ്ചായത്തിൻ്റെ യാതൊരു അനുമതിയും നൽകിയിട്ടില്ല എന്നാണ് പ്രസിഡന്റ് അടക്കം നമ്മോട് പറഞ്ഞത്. ഏതായാലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ മാലിന്യങ്ങൾ ഇവിടെ നിന്ന് നീക്കാൻ വേണ്ട നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളടക്കമുള്ള ജനപ്രതിനിധികളടക്കമുള്ളവർ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. പൊലിമ പുതുക്കാട് പദ്ധതിയുടെ 10ാം ഘട്ടത്തിന് പറപ്പൂക്കര പഞ്ചായത്തിൽ തുടക്കമായി. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അമ്പിളി വേണു മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A രാജീവ്, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ PD നെൽസൺ, പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ ബിന്ദു സുരേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ K രാജേഷ്, സുരേഷ് ബാബു, പഞ്ചായത്ത് അംഗം M വാസന്തി, കാർഷിക കർമ്മസേന സെക്രട്ടറി ദിനേശ് വെള്ളപ്പാടി, CDS ചെയർപേഴ്സൺ ഡിൻസി ശ്രീകുമാർ എന്നിവർ പ്രസംഗിച്ചു. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, കർഷക സുഹൃത്തുക്കൾ, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വനിതാ JLG ഗ്രൂപ്പുകൾക്ക് പച്ചക്കറി കൃഷിക്കായി തേക്കൽ വാർഡുകളിൽ തൈവണ്ടി വഴി വിതരണം നടന്നു. വാർഡ് അടിസ്ഥാനത്തിലുള്ള വിതരണത്തിന് പുറമെ കൃഷിഭവനിൽ പൊതുവിതരണവും ഉണ്ടായിരുന്നു. കാർഷിക കർമ്മസേന ഉൽപ്പാദിപ്പിച്ച റൈഡക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ജൈവവളം വിതരണം ചെയ്യുന്ന പദ്ധതിയായ ജാതി കൃഷി വികസനം എന്നതിൻ്റെ ഉദ്ഘാടനവും MLA നിർവഹിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, കിസാൻ ക്രെഡിറ്റ് കാർഡ് വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചു. ഭാഗ്യക്കുറി വകുപ്പിന്റെ ഓണം ബമ്പർ 1-ാം സമ്മാനത്തുക വർദ്ധിപ്പിച്ചു. 25 കോടിയായിരുന്ന സമ്മാനത്തുക ഇത്തവണ 30 കോടിയാക്കി സർക്കാർ ഉത്തരവിറക്കി. 50 ലക്ഷമായിരുന്ന 3-ാം സമ്മാനം 25 ലക്ഷമാക്കി സമ്മാനഘടനയിൽ മാറ്റം വരുത്തി. ഓണം ബമ്പർ ലോട്ടറി ടിക്കറ്റിന്റെ പ്രകാശനം ജൂലൈ 17-ന് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കുമെന്ന് ഡയറക്ടർ KS അഞ്ജു അറിയിച്ചു. ടിക്കറ്റ് വിലയിൽ മാറ്റമില്ല. 500 രൂപയാണ് ടിക്കറ്റ് വില. രാജ്യത്ത് ഇത്രയും ഉയർന്ന തുക ലോട്ടറി സമ്മാനമായി നൽകുന്നത് കേരളത്തിലാണ്. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹൈസ്കൂളിൽ ശാസ്ത്ര ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഫുട്ബോളിന്റെ ശാസ്ത്രം എന്ന വിഷയത്തിൽ ശാസ്ത്ര സെമിനാർ സംഘടിപ്പിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സഹകരണത്തോടെ നടത്തിയ സെമിനാറിൽ മധു വെള്ളാനി ക്ലാസ് നയിച്ചു. ഫുട്ബോൾ മത്സരത്തിൽ ഭൗതികശാസ്ത്രം, രസതന്ത്രം, ജീവശാസ്ത്രം എന്നിവ എങ്ങനെ സമന്വയിക്കുന്നു എന്ന് വിദ്യാർത്ഥികളുമായി സംവദിച്ചു. പ്രധാന അധ്യാപകൻ T അനിൽകുമാർ, പ്രിയൻ ആലത്ത്, AT നിരൂപ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. കോടാലി KCCP വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായന പക്ഷാചരണത്തിന്റെ സമാപനവും IV ദാസ് അനുസ്മരണവും നടത്തി. വെള്ളിക്കുളങ്ങര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് IR ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. VM കരീം, IV ദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഗ്രന്ഥശാല നേതൃത്വ സമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. വനിതാവേദി പ്രസിഡന്റ് ഷൈജ ഹുസൈൻ, ബാലവേദി പ്രസിഡന്റ് അമർനാഥ് ഷാജൻ, PA രവി, KK കൃഷ്ണകുമാർ, സീതാകുമാരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പക്ഷാചരണം എന്ന വാക്ക് തന്നെ അടുത്ത വർഷം ഇത് ഒരാഴ്ചയിൽ അവസാനിക്കും. കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയിൽ വായന പക്ഷാചരണ സമാപനവും IV ദാസ് അനുസ്മരണവും സംഘടിപ്പിച്ചു. വെള്ളിക്കുളങ്ങര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് IR ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. VM കരീം, IV ദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഗ്രന്ഥശാല നേതൃത്വ സമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. വനിതാവേദി പ്രസിഡന്റ് ഷൈജ ഹുസൈൻ, ബാലവേദി പ്രസിഡന്റ് അമർനാഥ് ഷാജൻ, PA രവി, KK കൃഷ്ണകുമാർ, സീതാകുമാരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു.
പക്ഷാചരണം എന്ന വാക്ക് തന്നെ അടുത്ത വർഷം ഇത് ഒരാഴ്ചയിൽ അവസാനിക്കും. ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടരുന്നു. യുവമോർച്ച പ്രവർത്തകർ തൃശൂർ PSC ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. PSC അഴിമതി ആരോപണത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് യുവമോർച്ച തൃശൂർ ജില്ലാ കമ്മിറ്റിയാണ് തൃശൂർ PSC ഓഫീസ് മാർച്ച് നടത്തിയത്. പാറമേക്കാവ് ക്ഷേത്ര പരിസരത്തു നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് V. മനു പ്രസാദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തകർ ബാരിക്കേഡ് തകർത്ത് മുന്നേറാൻ ശ്രമിച്ചതോടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. വിഷൻ ഇരിഞ്ഞാലക്കുടയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 10ാമത് ഞാറ്റുവേല മഹോത്സവം 2026 അനുബന്ധ പരിപാടികൾക്ക് പൊറത്തുശ്ശേരി കോട്ടപ്പാടത്ത് നടന്ന മഡ് ഫുട്ബോൾ, മഡ് റേസ് മത്സരങ്ങളുടെ തുടക്കമായി. കേരള പോലീസ് ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റനും സന്തോഷ് ട്രോഫി കേരള ടീം അംഗവുമായിരുന്ന വിപിൻ തോമസ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വിഷൻ ഇരിങ്ങാലക്കുട ചെയർമാൻ ജോസ് ജെ ചിറ്റിലപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. 8 ടീമുകൾ പങ്കെടുത്ത മഡ് ഫുട്ബോൾ മത്സരത്തിൽ 5 സ്റ്റാർ ഇരിങ്ങാലക്കുടയും ഭാവി കലാസമിതി ഇരിങ്ങാലക്കുടയും ഫൈനലിൽ ഏറ്റുമുട്ടി. കലാസമിതി ജേതാക്കളായി. മഡ് റേസിൽ 25 വയസ്സിന് താഴെയുള്ള വിഭാഗത്തിൽ സംഗീത, അജിത്, ആൻസൺ എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. 25 മുതൽ 45 വയസ്സ് വരെയുള്ള വിഭാഗത്തിൽ ജിതിൻ 1ാം സ്ഥാനവും സലീഷ് 2ാം സ്ഥാനവും കരസ്ഥമാക്കി. 45 വയസ്സിന് മുകളിലുള്ള വിഭാഗത്തിൽ ഡെയ്സൺ, സുനിൽ, കൃഷ്ണൻ എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. സമാപന സമ്മേളനത്തിൽ തൃശൂർ റേഞ്ച് ഇന്റേണൽ സെക്യൂരിറ്റി DYSP PR ബിജോയ് വിജയികൾക്ക് ക്യാഷ് അവാർഡുകളും സമ്മാനങ്ങളും വിതരണം ചെയ്തു. ജൂലൈ 16 മുതൽ 22 വരെ ഇരിങ്ങാലക്കുട കാത്തലിക് സെന്റർ ജ്യോതിസിൽ നടക്കുന്ന വിഷൻ ഇരിങ്ങാലക്കുട ഞാറ്റുവേല മഹോത്സവം 2026 മുന്നോടിയായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. തൃക്കൂർ ഗവൺമെന്റ് LP സ്കൂളിൽ നിർമ്മിച്ച ആധുനിക ടർഫിന്റെ ഉദ്ഘാടനവും വാർഷിക പൊതുയോഗവും ജൂലൈ 9 രാവിലെ 10 നടക്കും. KK രാമചന്ദ്രൻ MLA ടർഫിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. KSFE മാനേജിംഗ് ഡയറക്ടർ SK സനിൽ മുഖ്യാതിഥിയാകും. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം EA ഓമന വിശിഷ്ട അതിഥിയായും പങ്കെടുക്കും. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. അളഗപ്പ നഗർ ത്യാഗരാജർ പോളിടെക്നിക് കോളേജിലെ ലെക്ചറർ ഇലക്ട്രിക്കൽ തസ്തികയിലെ ഒഴിവിലേക്ക് സ്ഥിര നിയമനം നടത്തുന്നു. പ്രായം, യോഗ്യത, ശമ്പള സ്കെയിൽ എന്നിവ കേരള സർക്കാർ മാനദണ്ഡങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായിരിക്കും. അപേക്ഷാ ഫോറം ഓഫീസിൽ നിന്നും 1000 രൂപയ്ക്ക് ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ ആവശ്യമായ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം ജൂലൈ 22 ഉച്ചതിരിഞ്ഞ് 3 വരെ പോളിടെക്നിക് കോളേജ് ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 04802751 ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,120 രൂപയും പവന് 1,04,960 രൂപയും രേഖപ്പെടുത്തി. നന്ദിപുരം നെടുമ്പുറത്ത് മാധവിയമ്മ അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. തേക്കാട്ട് രാമൻ നായരാണ് ഭർത്താവ്. മധുസൂദനൻ, സന്ധ്യ എന്നിവർ മക്കളും ദിവ്യ, വേണു എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് കാഞ്ഞൂർ എരിപ്പോട് വഴിയിൽ പുതുശ്ശേരി തെക്കുംപുറം ജോസിന്റെ ഭാര്യ മാഗി അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സിസ്റ്റർ വിമല തെക്കുംപുറം, പ്രിയ, സിസ്റ്റർ അമല തെക്കുംപുറം എന്നിവർ മക്കളും ജോസ് കൂവേലി മരുമകനുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലപ്പിള്ളിയിൽ വീണ്ടും കാട്ടാന ഭീതി. ഏഴാറ്റുമുഖം ഗണപതി ഉൾപ്പെടെയുള്ള കാട്ടാനകൾ പാലപ്പിള്ളിയിലെന്ന് നാട്ടുകാർ.
വേലുപ്പാടം കവരംപിള്ളിക്കുന്നിൽ ഭീതി വിതച്ച് ഒറ്റക്കൊമ്പൻ. ശക്തമായ കാറ്റിലും മഴയിലും മറ്റത്തൂരിൽ നാശനഷ്ടം. പലയിടങ്ങളിലും മണിക്കൂറുകളോളം വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. രാപ്പാൾ പള്ളത്ത് കുന്നുകൂടി തെർമോകോൾ മാലിന്യങ്ങൾ. പരാതിയുമായി പ്രദേശവാസികൾ. കർശന നടപടിക്കൊരുങ്ങി പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത്. പൊലിമ പുതുക്കാട് പദ്ധതിയുടെ 10ാം ഘട്ടത്തിന് പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ തുടക്കം. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹൈസ്കൂളിൽ ശാസ്ത്ര സെമിനാർ നടത്തി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.